ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 2 ദിവസം മുമ്പ് മന്ത്രി പങ്കെടുത്ത ദേശാഭിമാനിയുടെ പരിപാടിയിൽ മന്ത്രി പറഞ്ഞത് എന്താണ്? ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കൈക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു. അതിനുശേഷം ആ സമരം പൊളിയുകയാണ്. 2 ദിവസം മുമ്പ് ദേശാഭിമാനിയിൽ മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ മന്ത്രിയുടെ കൈക്ക് പരിക്കുണ്ട്. ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിലുണ്ടായ സംഭവം, KSU പ്രവർത്തകർ മന്ത്രിക്ക് നേരെ പ്രതിഷേധവുമായി അല്ലെങ്കിൽ കരിങ്കൊടിയുമായി ചെന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കേവലം 4-5 KSU പ്രവർത്തകർ പ്രതിഷേധവുമായി മന്ത്രിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മന്ത്രിക്ക് സംരക്ഷണ വലയമൊരുക്കിയത് 20-25 പോലീസുകാരാണ്. യാതൊരു രീതിയിലേക്കും ഈ പ്രതിഷേധക്കാർ മന്ത്രിയുടെ അടുത്തെത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലീസുകാർ ശ്രമം നടത്തുന്ന വിഷ്വലുകളിലെല്ലാം വളരെ വ്യക്തമായിട്ട് കാണാം. എന്നാൽ അതിനുശേഷം നമ്മൾ കാണുന്ന രംഗം എന്താണ്? സമരക്കാർക്ക് നേരെ ആക്രോശിച്ചു കൊണ്ടുവരുന്ന വീണ ജോർജിനെയാണ്. കേസുകാരെ അസഭ്യം പറയുന്ന വീണ ജോർജിനെയാണ്. വീഡിയോ എന്റെ കയ്യിലുണ്ട്, ആ വിഷ്വലുകൾ ഞാൻ. നീ സ്ത്രീയാണ്, സ്ത്രീ അമ്മയാണ്, അമ്മ ക്ഷമയാണ്, ക്ഷമ ഭൂമിയാണ്. ഭൂമിക്ക് ചാഞ്ചല്യം പാടില്ല. ചാഞ്ചല്യം വന്നാൽ ഈ പ്രപഞ്ചം നശിക്കും. നൽകാം. ഈ കേസുകാർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് കേസുകാർക്ക് നേരെ അസഭ്യം പറഞ്ഞുകൊണ്ടുവരുന്ന കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ത് സന്ദേശമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നൽകാൻ തയ്യാറാകുന്നത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വ്യാജ വാർത്തകൾ കൊണ്ട് ഈ പ്രതിഷേധം നടത്തിയ KSU പ്രവർത്തകരെ കൊത്തിവലിക്കാൻ അനുവദിക്കില്ല എന്ന് അസന്നിഗ്ധമായി പറയാൻ KSU ആഗ്രഹിക്കുകയാണ്. പക്ഷെ നീ ഒരു കാര്യം ഓർമ്മിച്ചോ, എന്നെ പോലൊരു ആത്മാർത്ഥ സുഹൃത്തിനെ ലൈഫിൽ നീ മഷീട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 2 ദിവസം മുമ്പ് മന്ത്രി പങ്കെടുത്ത ദേശാഭിമാനിയുടെ പരിപാടിയിൽ മന്ത്രി പറഞ്ഞത് എന്താണ്? ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കൈക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു. അതിനുശേഷം ആ സമരം പൊളിയുകയാണ്. 2 ദിവസം മുമ്പ് ദേശാഭിമാനിയിൽ മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ മന്ത്രിയുടെ കൈക്ക് പരിക്കുണ്ട്. ഇന്ന് തന്നെ മട്ടന്നൂരിൽ വെച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ മന്ത്രിയുടെ വളരെ വ്യക്തമായിട്ട് ആ പരിക്ക് അതിൽ കാണുന്നുണ്ട്. അപ്പോൾ KSUക്കാരെ കയ്യേറ്റം ചെയ്തിട്ടല്ല ആ പരിക്കുണ്ടായിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു വിഷ്വലിൽ ഈ പറയുന്ന KSUക്കാർ മന്ത്രിയുടെ ദേഹത്ത് പരിക്കേൽക്കുന്ന തരത്തിൽ ഉള്ള ഏതെങ്കിലും ഒരു വിഷ്വലുകൾ, സമയം എത്രയായാലോ, ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകരുടെ അടുത്തുണ്ടോ? ഒരു കാര്യം കൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിലെ CCTV വിഷ്വലുകൾ പുറത്തുവിടണം. എന്ത് പറഞ്ഞാലും ശരി, ഇത് RDPക്ക് വലിയ ക്ഷീണമായി പോയി. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ അത് കാണണം. എന്റെ